ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാമിലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നമ്മൾ തലശ്ശേരിക്കാരുടെ കല്യാണ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ബീഫ് ബിരിയാണിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് മസാല തയ്യാറാക്കലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 5 മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി സ്ലൈസായി എരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 4 മീഡിയം സൈസുള്ള തക്കാളി സ്ലൈസായി എരിഞ്ഞത്, 20 പച്ചമുളക് ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിൽ തന്നെ വെള്ളം വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 12 വിസിൽ വരുന്നത് വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 12 വിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. ഇറക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ മസാലയിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല, ഇത് ഉള്ളിയുടെ വെള്ളമാണ്. അപ്പം നമുക്ക് ഇനി മസാല സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ബീഫ് ആയതുകൊണ്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തത്. ഇനി നമുക്ക് മസാല സെറ്റാക്കി എടുക്കാം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് മാറ്റി വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയിലിട്ട് കൊടുക്കാം. നമുക്കിനി എന്ത് ചെയ്യണം, ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് വറ്റി കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് ബിരിയാണിയിൽ നമ്മൾ ഒട്ടും തന്നെ മുളക് പൊടി ഇടാറില്ല. അതിന് പകരം പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. മുളക് പൊടി ഇടുന്ന സമയത്ത് ആ ഒരു ഇറച്ചിക്കറിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കിട്ടുക. അതുകൊണ്ട് പച്ചമുളക് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം, മുളക് പൊടി സ്കിപ്പ് ചെയ്തിട്ട്. അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബീഫ് ബിരിയാണീൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ RKG ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ഉള്ളി സ്ലൈസായി അരിഞ്ഞതിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കോരി മാറ്റി വെക്കാം.
ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് ജീരകശാല റൈസ് കഴുകി ഊറ്റിയെടുത്തതാണിത്. ഇത് എടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ. ഇത് നമുക്കൊരു 3 മിനിറ്റ് നേരം വറുത്തെടുക്കാം. അങ്ങനെ ഞാനൊരു 3 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് ജീരകശാല റൈസിന് 8 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അങ്ങനെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ഗ്രാമ്പു, 2 ഏലം, അതിൻ്റെ കൂടെ തന്നെ ഒരു പട്ട, കുറച്ച് കറിവേപ്പില, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റുന്നത് വരെ മീഡിയം ഫ്ലെയിമിലും വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ റൈസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണീൻ്റെ 1ാമത്തെ സ്റ്റെപ്പ് മസാല തയ്യാറാക്കുക, 2ാമത്തെ സ്റ്റെപ്പ് റൈസ് തയ്യാറാക്കുക. ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദമ്മിടണം. ദമ്മിടലാണ് 3ാമത്തെ സ്റ്റെപ്പ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ ദമ്മിട്ട് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഒരല്പം മല്ലിയില വിതറി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ, റൈസ്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കളർ ചേർക്കണം. അതിനുവേണ്ടി ഞാൻ ചെറുനാരങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സാക്കിയതാണിത്. ഇത് ബിരിയാണിക്ക് കളർ കിട്ടാൻ വേണ്ടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില, ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണോളം RKG കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ റൈസ് കൊണ്ട് ഒരു ലെയറും കൂടി സെറ്റ് ചെയ്തെടുക്കാം.
നമ്മൾ പാത്രം കവർ ചെയ്യുന്നത് വരെ നമുക്ക് റൈസ് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ റൈസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. മല്ലിയിലിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ദം പൊട്ടിച്ച് സെർവ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ദമ്മ് പൊടിച്ച് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെന്ന് നോക്കാം. അതിനു വേണ്ടി എന്ത് ചെയ്യാണ്, ഈ 2 ലെയറാക്കിയിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മസാല വേറെ റൈസ് വേറെ ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ മസാലയും റൈസും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. മസാലയുടെ മുകളിൽ കുറച്ച് റൈസൊക്കെ ഉണ്ടാവും. അത് മുഴുവനായിട്ട് എടുത്ത് മാറ്റണമെന്നില്ല, കുറച്ചവിടെ വെക്കണം, എന്നാലാണ് ഒരു മസാലക്ക് ഒരു ടേസ്റ്റ് വരാൻ. അപ്പോൾ ഈ മസാല എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണി പ്ലേറ്റിലേക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് കൂടി നോക്കാം. അങ്ങനെ നമ്മുടെ തലശ്ശേരി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.